ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അങ്ങനെ ഫൈനലി നമ്മുടെ കല്യാണ ദിവസം വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ മൈലാഞ്ചി കണ്ടു. അപ്പോൾ നമുക്ക് ഇന്നും ആ ഒരു സിങ് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ സിങ് വെച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ മെഹന്തി ഇടാൻ പോയ വീഡിയോ നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഡേ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോണ വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോണത്. അപ്പോൾ ഒരുങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പുള്ള പ്രഹസനമാണ് ഇപ്പോൾ കണ്ടത്. ഇത് ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള പ്രഹസനമാണ് കേട്ടോ. കാരണം ഞങ്ങൾ കുറേ ഡ്രസ്സ് 2-3 ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് അത് കേട്ടോ. അതൊരു ബ്ലാക്ക് കളർ ഗൗണാണ്. ഞാനും ഇക്കയുടെ വൈഫും സെയിം ആണ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുമല്ലോ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ചെക്കനെ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് പിന്നെ ഫാമിലി ആയിട്ട് കുടുംബക്കാരായിട്ട് നാട്ടുകാരായിട്ട് വീട്ടുകാരായിട്ട് കംപ്ലീറ്റ് സിംഗിൾ അടക്കം ഞങ്ങൾ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാറ്റസ് വന്നിട്ട് ഉറപ്പിക്കാത്തതും. പിന്നെ മറ്റേ ഡ്രസ്സുകളുടെ റിസപ്ഷൻ്റെ ഒക്കെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് കുറേ സ്റ്റാറ്റസൊക്കെ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് കിട്ടിയില്ല. പക്ഷേ ഇതായിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡ്രസ്സ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ചാനലിൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാവും. ഞാൻ തന്നെ സ്വന്തമായി ഡിസൈൻ ചെയ്ത് സ്വന്തമായി തയ്ച്ചുണ്ടാക്കിയ മുതലാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ നാടകത്തിലോട്ട് എൻട്രി ചെയ്തിട്ടുള്ള 2 ആൾക്കാർ, അത് എൻ്റെ ഉപ്പ ഉമ്മ, പിന്നെ എൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് എൻ്റെ മോള്, പിന്നെ തൊട്ടപ്പുറത്ത് ഇക്കയുടെ വൈഫും പിള്ളേരും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഒരു ഗ്യാങ്ങാണ്. ഒരു ഡ്രസ് കോഡൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇട്ട് വന്നപ്പോൾ എല്ലാവരും ബ്ലാക്ക് കളർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറച്ച് സ്ലോ മോഷൻ അങ്ങോട്ട് എടുക്കുന്നു ഇങ്ങോട്ട് എടുക്കുന്നു അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചാൽ ബ്ലാക്ക് ഇട്ടവരെല്ലാവരും കൂടെ ഒരു വണ്ടി കയറാമെന്ന് വിചാരിച്ചു. ബ്ലാക്ക് എന്നുള്ളൊരു തീമേ ഉണ്ടായിരുന്നില്ല. എന്നോട് എല്ലാവരും ചോദിച്ചു എന്താ ഡ്രസ്സ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലാക്ക് ഡ്രസ്സാണ്. അപ്പോൾ ഈ പറഞ്ഞവരും ചോദിച്ചവരൊക്കെ ബ്ലാക്ക് എടുത്തിട്ട് വന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഒരു ബ്ലാക്ക് മയ്യായിരുന്നു. അപ്പോൾ ഇതാ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെണ്ണിൻ്റെ ബ്രദറും സിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പയാണ് കേട്ടോ. അപ്പോൾ അതാ ഇവരാണ് ചെക്കനകത്തോട്ട് കൊണ്ടുപോയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ സ്വന്തം കെട്ടിയതും കൂടി ഒരു വീഡിയോ എടുത്തു. വീഡിയോ ഒന്നും ആൾക്കറിയണ്ടായിരുന്നില്ല. ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്തിട്ടാ. പിന്നെയാണ് ഞാൻ വീഡിയോ എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇത് വാപ്പച്ചി മോനും കൂടിയിട്ട് കണ്ണാടൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പെണ്ണിൻ്റെ എൻട്രിയാണ്. പക്ഷേ പെണ്ണിൻ്റെ എൻട്രിക്ക് മുമ്പ് നമ്മൾ ചെക്കനെ അവിടെ കയറ്റി നിർത്തണമല്ലോ. അപ്പം ഞങ്ങൾ കുടുംബക്കാർ മൊത്തം ഞങ്ങളുടെ സ്റ്റേജിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളേതായ ലെവലിലൊരു പാട്ടൊക്കെ വെച്ച് നല്ല കൈകൊട്ടും പാട്ടൊക്കെ ആയിട്ടാണ് ചെക്കനെ അങ്ങോട്ട് കയറ്റിയത്. പെണ്ണിന് പിന്നെ അവരൊരു സ്പെഷ്യൽ എൻട്രി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കൂളായിട്ടുള്ള ഒരു ഹറിബറി ഒന്നും ഇല്ലാത്തൊരു അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ടൈം ഭയങ്കര പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. കാരണം പെണ്ണിൻ്റെ വീട് തിരൂരാണല്ലോ. അവിടെ നിന്ന് നമ്മളിവിടെ വന്നിട്ട് ഇവിടെ റിസപ്ഷൻ സെറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ കുറേ ടൈം പോകും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. കറക്റ്റ് ടൈമായിരുന്നു. 2:15 അവിടെ നിന്ന് 2:30 അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 2:30 ഇവിടെ ഇറങ്ങി. ഒരു 3:30 ആകുമ്പോൾ ഇവിടെ എത്തി. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ഒരു 5:15 ആകുമ്പോഴേക്കും റിസപ്ഷനൊക്കെ എത്തി. അപ്പോൾ വളരെ കൂളായിരുന്നു. ഭയങ്കര ഹറിബറി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവമൊക്കെ ഉണ്ടായി. ഞാൻ എൻ്റെ റിസപ്ഷൻ വീഡിയോയിൽ പറയാട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കര കൈയിട്ടും പട്ടൊക്കെ ആയിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ്. അവൻ്റെ ഫ്രണ്ട്സ്, അവരുടെ വൈഫുമാർ അങ്ങനെ പറയണമായിരിക്കും നല്ലത്. പിന്നെ ഞാനൊരു വീഡിയോ ഒറ്റയ്ക്ക് എടുത്തിട്ട് എനിക്ക് എൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി പെണ്ണിൻ്റെ എൻട്രിയാണ് കേട്ടോ. പെണ്ണിൻ്റെ എൻട്രിക്ക് അവർ എന്താ പറയുക ഒരു സംഭവം അതിലൊക്കെ നിർത്തിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ ഈ ഒരു സംഭവം. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റേജിൽ നിന്ന് കൈയ്യോട്ടണം, അവരിങ്ങനെ വരണം. അതാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശരിക്കൊരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. डांटे और बाकी ना जानिया खिलौने ले जानिया है बाबा तेरे मेहरा विचो तेरी लाडो परदेसड़ होई है അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ കല്യാണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതൊക്കെ മുതലാവണ്ടേ. പിന്നെ പറഞ്ഞല്ലോ നേരത്തെ വളരെ കൂളായിട്ടുള്ളൊരു കല്യാണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും കൂടെയൊക്കെ എന്താ പറയുക കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവരെ ഫോട്ടോ സെക്ഷൻ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കലിപ്പിലാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ മഹർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മഹർ ഇടാൻ നോക്കുമ്പോൾ ആരും കുടുംബക്കാരും കാണില്ല. കംപ്ലീറ്റ് എണ്ണം ബസ്സിൽ കയറി പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. ബസ്സിലാണ് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ തിരിച്ചു പോയി. അപ്പോൾ മഹർ ഇട്ടുന്ന സമയത്ത് ഞങ്ങൾ വളരെ ക്ലോസ് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ മഹർ ഇടുക എന്നുള്ളതാണല്ലോ നമുക്ക് പ്രധാനം, ആളെ കൂട്ടുക എന്നുള്ളതല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കാറിലിരുന്നിട്ട് വീണ്ടും പ്രഹസനം, കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ തനിയാണ് ഒരുങ്ങിയത്. അതിൻ്റെ ചെറിയ വശപ്പശൊക്കെ അവിടെ കാണാനുണ്ട്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഗൈസ്. അപ്പോൾ ഇനി റിസപ്ഷനാണ് ഇനി തുടങ്ങാൻ പോണത്. അപ്പോൾ റിസപ്ഷൻ്റെ മുമ്പ് നമുക്ക് ഡ്രസ്സൊക്കെ മാറണം. അപ്പോൾ നമുക്ക് മാറിയിട്ട് വരാം. അപ്പോൾ റിസപ്ഷൻക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന് കാണണം ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം.